നമ്മളെല്ലാവരും ഡെയിലി കേൾക്കുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെ മെഷീൻ ലേണിംഗ് എന്നുള്ളത്. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെ മെഷീൻ ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതേപോലെ ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷനുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മോഡേൺ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ സെക്ഷൻസിലും ഇപ്പോൾ മീൻസ് നമ്മൾ പറയുകയാണെങ്കിൽ പ്ലാനിങ്, വെയർ ഹൗസിങ്, ഇൻവെൻട്രി, കാർഗോ, എയർപോർട്ട് മാനേജ്മെൻറ്റ്, അങ്ങനെ എല്ലാ മേഖലകളിലും ട്രാക്കിങ്, പിക്കിങ്, പാക്കിങ്, സോർട്ടിങ്, അങ്ങനത്തെ എല്ലാ മേഖലകളിലും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അസിസ്റ്റൻസോട് കൂടിയാണ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലെ ഓരോ ഓപ്പറേഷൻസും നടക്കുന്നത്. ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലെ AI ഒരു ആപ്ലിക്കേഷനാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ ഡിമാൻഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് അതേപോലെ സർവീസസിനെ കണ്ടെത്തി അതിനനുസരിച്ച് നമ്മളുടെ ഓപ്പറേഷൻസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു കാര്യമാണ് റൂട്ട് ഒപ്റ്റിമൈസേഷൻ ആൻഡ് റിയൽ ടൈം ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിനെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുക, അതിന് വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു റൂട്ട് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു റൂട്ട് അനലൈസ് ചെയ്യുന്നത് എപ്പോഴും നമ്മളുടെ വെതർ കണ്ടീഷൻസ് അതേപോലെ ട്രാഫിക് പാറ്റേൺസ് അങ്ങനത്തെയൊക്കെ ഡേറ്റ AI അൽഗോരിതം യൂസ് ചെയ്ത് അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു റൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റായിട്ട് പ്രോഡക്റ്റുകൾ കസ്റ്റമറിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു റൂട്ട് അനലൈസിങ്ങിന് AI യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. അടുത്തത് വെയർ ഹൗസ് ഓട്ടോമേഷൻ. അതായത് നമ്മളിപ്പം വെയർ ഹൗസിൽ പല രീതിയിലുള്ള പല നേച്ചറുള്ള പ്രോഡക്ട്സുകളായിരിക്കും സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വെയർ ഹൗസിൽ നമ്മൾ AI പവേർഡ് ആയിട്ടുള്ള ക്യാമറാസ്, സെൻസേഴ്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ AI പവേർഡ് ക്യാമറാസും സെൻസേഴ്സും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു വെയർ ഹൗസിനുള്ളിലെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി പോലത്തെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് റീഡ് ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് പ്രോസസ്സിങ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ കൂടുതൽ സെക്യൂർഡ് ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു വെയർ ഹൗസിൽ നമ്മൾ AI പവേർഡ് ആയിട്ടുള്ള സെൻസേഴ്സ് അല്ലെങ്കിൽ ക്യാമറാസ് യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. അടുത്താണ് പ്രൊഡിക്റ്റീവ് മെയിൻ്റനൻസ്. അപ്പോൾ അതിനൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെഹിക്കിളിന് ഏത് ടൈമിൽ മെയിൻ്റനൻസ് വേണം, അല്ലെങ്കിൽ അതിന് ഏത് ടൈമിൽ നമ്മളത് സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ടൈമിൽ അത് ബ്രേക്ക് ഡൗൺ ആവാം, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് AI യൂസ് ചെയ്തുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പ്രോഡക്റ്റ് ഡെലിവറി കാര്യങ്ങൾ നടത്താനായിട്ട് പറ്റും. അടുത്തൊരു കാര്യമാണ് കസ്റ്റമർ എൻഹാൻസ്മെൻറ്റ്. മീൻസ് ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു, അതിനെ ട്രാക്ക് ചെയ്തു, അത് ഡെലിവറി ചെയ്തു. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറും ക്ലയൻറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഹെൽത്തി ആകാനായിട്ട് കുറച്ചുകൂടി AI നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ AI യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ട്രാക്ക് ചെയ്യാനും ഓർഡർ ചെയ്യാനും അതേപോലെ ഡെലിവറി ചെയ്യാനും സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അടുത്താണ് ഓട്ടോണോമസ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അതായത് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഓട്ടോണോമസ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അമേരിക്കയിലൊക്കെ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാൻ പവർ ഇല്ലാത്തത് കാരണം ഡെലിവറി ചെയ്യാത്ത ഒരുപാട് പ്രോഡക്റ്റുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഓട്ടോണോമസ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ. അതായത് AI പവേർഡ് ആയിരിക്കും അത് വെഹിക്കിൾസ് മാത്രമല്ല, ഡ്രോൺസ്, റോബോട്ട്സ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് സൈഡിൽ AI ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഡേ ബൈ ഡേ ഓപ്പറേഷൻസിൽ വരുന്ന ഡിലേ, അതേപോലെ ക്വാളിറ്റിയിൽ വരുന്ന ഇഷ്യൂസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടും നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ ബ്ലോക്ക് ചെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോജിസ്റ്റിക്സിൽ AI യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂഷ്യലായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ഡേറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് സെക്യൂർ ആയിട്ട് ഡേറ്റ ഹാൻഡിൽ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ബ്ലോക്ക് ചെയിൻ മേഖലകളിൽ ഈ ഒരു AI യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു സെക്ഷനാണ് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഗ്രീൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് കാർബൺ ഫുട് പ്രിൻറ്റ് നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് AI നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് റൂട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു റൂട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ളൊരു റൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് പൊല്യൂഷൻ പോലത്തെ കാര്യങ്ങൾ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ത്രൂ ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയുടെ എല്ലാ മേഖലകളിലും തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നു.